+2 കഴിഞ്ഞ ശേഷം നഴ്സിംഗ് മേഖല തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരേപോലെ വരുന്ന ഒരു സംശയമാണ് BSc നഴ്സിംഗ് ആണോ നല്ലത് അതോ ജനറൽ നഴ്സിംഗ് ആണോ നല്ലത്? ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം വളരെ ലളിതമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. BSc നഴ്സിംഗ് അഥവാ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് ഇതൊരു ഡിഗ്രി കോഴ്സാണ്. കോഴ്സിന്റെ കാലാവധി 4 വർഷമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉൾപ്പെടുന്ന +2 സയൻസ് വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗിൽ അപ്ലൈ ചെയ്യാം. കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ പ്രധാനമായും LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി വഴിയാണ് നടക്കുന്നത്. BSc നഴ്സിംഗിന്റെ ഫീസ് എങ്ങനെയാ വരുന്നത്? ഗവൺമെന്റ് കോളേജിലും എയ്ഡഡ് കോളേജിലും വളരെ കുറഞ്ഞ ഫീസാണ്. ഒരു വർഷം 17,000 മുതൽ 25,000 രൂപ വരെയാണ് ഫീസ് വരിക. ഇനി പ്രൈവറ്റ് കോളേജിലേക്ക് വരികയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 80,000 മുതൽ 2 ലക്ഷം രൂപ വരെ വരും. ഇനി കരിയർ ഓപ്പർച്യൂണിറ്റീസിലേക്കാണെങ്കിൽ ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാം, ICU ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യാം. അബ്രോഡ് നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസ് വെരി ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ടീച്ചിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ അങ്ങനെയും പോവാം. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. ഇനി GNM നഴ്സിംഗിലേക്ക് വരികയാണെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ഇതൊരു ഡിപ്ലോമ കോഴ്സാണ്. കാലാവധി 3 വർഷമാണ്. +2 ഏത് സ്ട്രീം എടുത്തവർക്കും ഇത് അപ്ലൈ ചെയ്യാം. പക്ഷേ ബയോളജി സയൻസ് കഴിഞ്ഞവർക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇതിന്റെ ഫീസ് വരികയാണെങ്കിൽ ഗവൺമെന്റ് കോളേജിൽ വർഷത്തിൽ ഏകദേശം 10,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് വരുന്നത്. ഇനി പ്രൈവറ്റ് കോളേജിലേക്ക് വരികയാണെങ്കിൽ വർഷത്തിൽ ഏകദേശം 60,000 മുതൽ 1,25,000 വരെ ഫീസ് വരും. ഇനി ഹോസ്റ്റൽ ഫീസും ഫുഡ് എക്സ്പെൻസും അതിന് പുറമേയും വരാം. ഓക്കെ. ഇനി GNM കരിയർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരികയാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, NGOs, ഹോം കെയർ സർവീസസ്, ഗൾഫ് കൺട്രീസ്, UK അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിരവധി അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു പ്രധാന കാര്യം കൂടി, GNM പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ചെയ്യാനും കൂടി സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇത് പൂർത്തിയാക്കിയാൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ലഭിക്കുകയും BSc നഴ്സിംഗിന് സമാനമാവുകയും ചെയ്യും. അതായത് ഹയർ സ്റ്റഡീസ്, ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അബ്രോഡ് കരിയർ തുടങ്ങിയ നിരവധി അവസരങ്ങൾ ലഭിക്കുകയും കൂടി ചെയ്യും എന്നുള്ളതാണ്. ഇനി ഗവൺമെന്റ് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ എയ്ഡഡ് കോളേജിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിലോ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിരഞ്ഞെടുക്കുമ്പോൾ കോളേജിന്റെ റെക്കഗ്നിഷൻ, ഹോസ്പിറ്റൽ ഫെസിലിറ്റി, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് സപ്പോർട്ട് ഇവ നിർബന്ധമായിട്ടും പരിശോധിക്കേണ്ടതാണ്. ഇനി ഹെൽത്ത് കെയർ മേഖലയിൽ സേവന മനസ്സും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ BSc നഴ്സിംഗ് ആയാലും GNM ആയാലും രണ്ടിനും മികച്ച കരിയർ ഓപ്ഷൻസ് തന്നെയാണ്.